മുത്തശ്ശി എന്താ പറഞ്ഞത്? ചാത്തനോ? എനിക്ക് പേടിയാവുന്നുണ്ട് മുത്തശ്ശി. ചന്തു മയക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു. പിന്നീട് അയാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയില്ല. താൻ എന്താണ് അലറി വിളിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ കണ്ട രൂപം കണ്ണിന് മുന്നിൽ മായാതെ നിൽക്കുന്നു. ചന്തു വീണ്ടും വീണ്ടും ആ രൂപത്തെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കളിമണ്ണുകൊണ്ട് അതിനെ ചന്തു സൃഷ്ടിച്ചെടുക്കാൻ തുടങ്ങി. അതെ, അവൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം, ആ കളിമൺ രൂപം ചന്തു തീയിലിട്ട് ചുട്ടെടുത്തു. തീയിൽ വെന്തു പഴുത്ത രൂപം പതിയെ ഇരുളാൻ തുടങ്ങി. ചന്തു ആ രൂപത്തെ വിളിച്ചു, ഉറക്കെ ഉറക്കെ വിളിച്ചു, കരിങ്കുട്ടി ചന്തു, എൻ്റെ ദൈവം. പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥകളിൽ അതേ ചാത്തൻ. തൻ്റെ മനസ്സിലെവിടെയോ ചാത്തനും ചാത്തൻ്റെ ഓർമ്മകളും ഇപ്പോഴും ഉണ്ടായിരുന്നുവെന്ന് ചന്തുവിന് മനസ്സിലായി. ചന്തു ചാത്തനെ വളരെ സുരക്ഷിതമായി പ്രതിഷ്ഠിച്ചു. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചന്തുവിൻ്റെ ദിവസങ്ങൾ നീണ്ട പ്രാർത്ഥനയിൽ സംതൃപ്തനായ ചാത്തൻ ചന്തുവിന് മുന്നിൽ പ്രത്യക്ഷനായി. തനിക്ക് എന്താവശ്യത്തിനും ചാത്തൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്തു. തനിക്കും തൻ്റെ സമുദായത്തിനും അപമാനമായി കുടുംബത്തെ പോലും വെറുതെ വിടാത്ത തമ്പുരാക്കന്മാരെയും മറ്റു ഉയർന്ന ജാതിക്കാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ചന്തു തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി ചന്തു മനക്കിലേക്ക് പോകുന്ന വഴി കരിമ്പനകളുടെ ഇടയിൽ രൂപം മാറി കാത്തു നിന്നു. അതാ തമ്പുരാൻ ആ വഴി വരുന്നു. ചന്തു ഒരുങ്ങി നിന്നു. തൻ്റെ അടുത്തേക്ക് എത്താറായ തമ്പുരാൻ്റെ നേരെ അയാൾ പാഞ്ഞെടുത്തു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ ആ ഭീകരരൂപി തമ്പുരാനെ ഇടിച്ചു തെറിപ്പിച്ചു. ആ ഒറ്റക്കൊമ്പൻ കാള പകുതി ബോധത്തോടെ കിടന്ന തമ്പുരാനെ കുത്തിയെടുത്ത് മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ തല തിരികെ വെച്ച് ഒടിച്ചു. തമ്പുരാൻ്റെ ശ്വാസം നിലച്ചു. പിന്നീട് കാലങ്ങളായി ഇതേ പതിവ് തുടർന്നു. അങ്ങനെ ശരീരം ഒടിഞ്ഞു നുറങ്ങിയുള്ള മരണങ്ങൾ ആ നാട്ടിൽ പതിവായി. നാട്ടുകാർ പേടിച്ച് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാതായി. തനിക്ക് ശത്രുതയുള്ള ആളുകളുടെ മേൽ ചന്തു ഈ പതിവ് തുടർന്നു. ആരാണിത് ചെയ്യുന്നതെന്നും എന്താണിതിന് പരിഹാരമെന്നും അറിയാതെ നാട്ടുകാർ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു, ആരും സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്. ഈ നാട് മുഴുവൻ ഇപ്പോൾ മരണത്തിൻ്റെ മണമാണ്. ഒടിയൻ, ശരീരം ഒടിച്ചു നുറുക്കി കൊല്ലുന്ന ഒടിയൻ ഇറങ്ങുന്ന സമയം. കനവ് കഥയുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം.